എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുള്ള ഫയർമാൻ ട്രെയിനിയുടെ എക്സാമിന്റെ ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ നമ്മുടെ ഒരു സെഷനിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ? ദ പോലീസ്മാൻ ടോൾഡ് ദി ബോയ്. ഇതിനെ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാനാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താ ചെയ്യണ്ടേ? അതിന് എന്തൊക്കെയാ നോക്കണ്ടേ? റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുമ്പോൾ വേർ ഡിഡ് യു ഗോ യെസ്റ്റർഡേ അല്ലെ? ഡിഡ് കണ്ടപ്പോൾ മനസ്സിലായി പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ചിനകത്ത് എങ്ങനെയായിരിക്കും? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആൻസർ ആയിട്ട് വരും അല്ലെ? പിന്നെ റിപ്പോർട്ടിംഗ് വെർബ് നോക്കിയേ ടോൾഡ് ആണ് വന്നിട്ടുള്ള പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്തായാലും എന്തിലേക്ക് മാറ്റണം? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോർമാറ്റ് എന്താ? ഹാഡ് പ്ലസ് V3 അല്ലേ? പിന്നെ യെസ്റ്റർഡേ എന്നുള്ളത് പ്രീവിയസ് ഡേയോ ആയി. അപ്പൊ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ അത്ലറ്റ് ഡാഷ് ഓൺ ദി ഗ്രൗണ്ട് ആൻഡ് ക്രൈഡ് ഫോർ ഹെൽപ്പ്. എന്തായിരിക്കും ആൻസർ വരിക? എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തണേ? നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലേ ആണ് അല്ലെ? എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തണേ? ക്രൈഡ് കണ്ടപ്പോ മനസ്സിലായി സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലെ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ അപ്പൊ ഇവിടെ എന്താ ആൻസർ ആയിട്ട് വരിക? സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ടുള്ള ഒരു ആൻസർ വേണം ഇവിടെ വരാൻ. അപ്പൊ നമുക്കറിയാം ലൈ, ലേ, ലെയിൻ. ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ. ലൈ, ലേ, ലെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ലേ എന്ന് പറഞ്ഞാൽ എന്താ? കിടന്നു, ഗ്രൗണ്ടിൽ കിടന്നു എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നത് കേട്ടോ. പാസ്റ്റ് ടെൻസിൽ പറയുന്നതാണ് ലേ. അപ്പൊ ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ എ ആണ്, ലേ ആണ് ആൻസർ. അപ്പൊ നമ്മൾ ഇതിന്റെ കോഡൊക്കെ പറഞ്ഞിരുന്നു. എങ്ങനെ ഓർക്കുന്നേ? ഈ ലൈയുടെ 3 ഫോംസ്. നമ്മൾ കിടക്കാന്ന് പറഞ്ഞാൽ 3 പൊസിഷനിലൊക്കെ കിടക്കും. അപ്പൊ അങ്ങനെ നോക്കുക. ലൈ, ലേ, ലെയിൻ. മൂന്ന് ആൾക്കാരാന്നൊക്കെ നമ്മൾ കോഡ് വെച്ച് കണക്ട് ചെയ്ത് പറഞ്ഞിരുന്നതാണ് കേട്ടോ. അടുത്ത് നോക്കാം. ഫൈൻഡ് ദി റോങ്ലി സ്പെൽഡ് വേർഡ്. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള വാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഒണോമാറ്റോപോയി ആണ് കേട്ടോ. ഇവിടെ ഒരു ഐയുടെ കുറവും കൂടി ഉണ്ട്. ഐ വേണം. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? നമ്മൾ ഈ ബുക്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഈ സ്നേക്കിന്റെ ഒക്കെ സൗണ്ട് ഹിസ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുക്കുവിന്റെ സൗണ്ട്. അപ്പൊ അതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ കുറിച്ചുള്ള കാര്യമാണ് ഒണോമാറ്റോപോയിൽ പറയുന്നത്. അടുത്തത്, ദ ഇഡിയം ഓൺ ദി ട്രോട്ട് മീൻസ് വാട്ട്? ഓൺ ദി ട്രോട്ട് എന്ന് പറഞ്ഞാൽ കോൺസിക്യൂട്ടീവ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി എന്നുള്ളൊരു മീനിങ് ആണ് ഓൺ ദി ട്രോട്ട് കേട്ടോ. കോൺസിക്യൂട്ടീവ്ലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി. അടുത്ത വാക്ക്, ദ വേർഡ് കാറ്റോട്രോഫോബിയ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാറ്റോട്രോഫോബിയ എന്ന് പറഞ്ഞാൽ ദ ഫിയർ ഓഫ് മിറേഴ്സ് ആണ് കേട്ടോ. ദ ഫിയർ ഓഫ് മിറേഴ്സ്. മിറേഴ്സിനെ കുറിച്ചുള്ള ഒരു പേടിനെയാണ് എന്ത് പറയുന്ന? കാറ്റോട്രോഫോബിയ എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഇറ്റ്സ് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ബാലൂസ് റിട്ടേൺ ദി ബുക്ക്. എന്തായിരിക്കും ക്വസ്റ്റ്യൻ ടാഗ്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, ഹാസൻഡ് ഹി. എങ്ങനെ ആൻസറിലേക്ക് എത്തിയേ? ഇവിടെ എസ് കണ്ടിട്ട് എപ്പോഴും മിസ് തന്നെ ആവണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. എന്ത് വരാൻ കണ്ടോ? ഇവിടെ V3 ഫോം ആണ്. റിട്ടേൺ ആണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അല്ലെ? അപ്പൊ റിട്ടേൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് V3 ഫോം ആണ്. അപ്പോ V3 ഫോമിന്റെ മുമ്പിൽ ഏതൊക്കെ വരാം? ഹാസ് വരാം, ഹാഡ് വരാം, ഹാവ് വരാം അല്ലെ? നമ്മുടെ ഓപ്ഷനിൽ ഏതാ ഉള്ള? ഹാസ് ആണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഹാസ് ആൻഡ് ഹി ആണ് കേട്ടോ. പിന്നെ ബാലു സിംഗുലർ ആയതുകൊണ്ട് ഹാസേ നമുക്ക് പറ്റുള്ളൂ, ഹാവ് പറ്റില്ല എന്നുള്ള കാര്യമൊക്കെ ഓർത്ത് വെച്ചേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 67th വൺ, ദ മീനിങ് ഓഫ് ദി ഫ്രേസ് കാർട്ടെ ബ്ലാങ്കെ. ഇതിന്റെ മീനിങ് എന്താ വരുന്നത്? ദ കംപ്ലീറ്റ് ഫ്രീഡം ആണ് അല്ലെ? ടു ആക്ട് ആസ് വൺ തിങ്സ് ബെസ്റ്റ്. നമ്മൾ ഒരുപാട് തവണ പഠിപ്പിച്ചിട്ടുള്ളതാണ്. PSC ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ദ കംപ്ലീറ്റ് ഫ്രീഡം ആണ് കാർട്ടെ ബ്ലാങ്കെ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റിഡൻഡന്റ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മൾ കോഡും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ റിഡൻഡന്റ് ആന്റണിയം ആണ് ചോദിച്ചിട്ടുള്ളത്. അതിന്റെ മീനിങ് എന്താ വരുന്നത്? റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ അൺനെസസറി അല്ലെങ്കിൽ സൂപ്പർഫ്ലൂവസ്, ധാരാളം എന്നൊക്കെ ഒരു മീനിങ് ആണ് വരുന്നത്. അതിന്റെ ആന്റണിയം ചോദിക്കുകയാണെങ്കിൽ അൺനെസറിയുടെ ആന്റണിയം എന്താ? നെസസറി ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നെസസറി എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പൊ റിഡൻഡന്റ് എന്ന് പറയുമ്പോൾ അബണ്ടന്റ് എന്നൊക്കെ ഓർക്കുക, ധാരാളം എന്നുള്ള രീതിയിലൊക്കെ ഓർക്കുക. അതിന്റെ ആന്റണിയം ആണ് ദാറ്റ് ഇസ് നെസസറി. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദി കറക്റ്റ് സെന്റൻസ്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഐ ഹാഡ് ലെഫ്റ്റ് ഹോം ബിഫോർ ഹി കേം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം വീട്ടിൽ നിന്ന് പോയി, അതിന് ശേഷമാണ് അവൻ എത്തിയിട്ടില്ല. അപ്പൊ എങ്ങനെ ആലോചിക്കുക? ഒരു സെന്റൻസിൽ 2 ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ രണ്ടും പാസ്റ്റിലാണെങ്കിൽ അതിൽ ഏറ്റവും മുമ്പ് നടക്കുന്ന ആക്ഷൻ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത് നടക്കുന്ന ആക്ഷൻ അത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലും ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ ഫസ്റ്റ് നടന്നിട്ടുള്ള ആക്ഷൻ ഹാഡ് ലെഫ്റ്റ് ആണ്. അതിന് ശേഷമാണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ അവൻ പോയിട്ടുള്ളത് അല്ലെ? ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഓഫീസർ വെന്റ് ഡാഷ് ദി റിപ്പോർട്ട് മെനി ടൈംസ് ആൻഡ് അപ്രൂവ്ഡ് ഇറ്റ്. അപ്പൊ ഓഫീസർ ആ റിപ്പോർട്ട് ഒരുപാട് നേരം എക്സാമിൻ ചെയ്തു അല്ലെ? എക്സാമിൻ ചെയ്തു എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രേസിൽ വെർബ് ഏതാ? വെന്റ് ഓവർ ആണ് കേട്ടോ. വെന്റ് ഓവർ. വെന്റ് ഓവർ എന്ന് പറഞ്ഞാൽ എക്സാമിൻ ചെയ്യുക എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുകയാണ്. എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ് അട 24/7 വൊക്കാബുലറിയുടെ ക്ലാസ് 10 മണിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്ലാസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ചാനലിലും ഇനി നമ്മുടെ ഇംഗ്ലീഷിലെ ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക, എക്സാം എങ്ങനെയുണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളും ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്.